മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് നമ്മൾ. ഇന്ന് നിയമസഭാ സമ്മേളനം തുടരുന്നുണ്ട്. നിയമസഭയിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് രണ്ട് വിവാദങ്ങൾ വരും. ആ വിവാദങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ന് നിയമസഭയിൽ പ്രതിഫലിക്കുക എന്നതാണ് ഈ ദിവസം നമുക്ക് കേരളത്തിൽ ഏറ്റവും പ്രധാനമായി നോക്കാനുള്ള വാർത്ത. ഒന്ന്, പാലക്കാട്ടെ കഞ്ചിക്കോട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ മാറി മാറി മാധ്യമങ്ങളെ കാണുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മന്ത്രി MP രാജേഷ് ആകട്ടെ ഈ വിഷയത്തിൽ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. അപ്പോൾ ഇത് നിയമസഭയിലേക്ക് വരുമ്പോൾ എങ്ങനെയാവും എന്നതാണ് ഇന്ന് കാത്തിരുന്ന് കാണേണ്ടത്. മന്ത്രി MP രാജേഷിനെതിരെ എന്തായാലും നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ടെൻഡർ വിളിക്കാതെ OSS കമ്പനിയെ തെരഞ്ഞെടുത്തതും അനാവശ്യ തിടുക്കം കാണിക്കുന്നതും ദുരൂഹമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതേസമയം പ്രാരംഭ അനുമതി മാത്രമാണ് നൽകിയതെന്നും പ്രതിപക്ഷത്തിന്റെ എല്ലാ സംശയങ്ങൾക്കും സഭയിൽ മറുപടി നൽകുമെന്നുമാണ് മന്ത്രി MP രാജേഷിന്റെ നിലപാട്. ബ്രുവറി വിവാദത്തിൽ എക്സൈസ് മന്ത്രി MP രാജേഷിനെ ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷ നീക്കങ്ങൾ. വൈകാതെ നിയമസഭയിലും പ്രതിപക്ഷം മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കും. ചട്ടപ്രകാരം ആരോപണം ഉന്നയിക്കാനുള്ള നടപടികൾ UDF നിയമസഭാ കക്ഷി നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് പുതുതായി ഡിസ്റ്റിലറി അനുവദിക്കേണ്ട നയത്തിൽ മാറ്റം വരുത്തി ബ്രുവറി അനുവദിച്ചത് എന്തിനെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ചോദ്യം. ഈ നയമാറ്റം സംസ്ഥാനത്തെ ഒരു ഡിസ്റ്റിലറിയും അറിഞ്ഞിട്ടില്ല. എന്തിനാണ് നയമാറ്റം രഹസ്യമാക്കി വച്ച് മധ്യപ്രദേശിലും പഞ്ചാബിലും മാത്രം പ്രവർത്തിക്കുന്ന കമ്പനിക്ക് അനുമതി നൽകിയതെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. ഈ കമ്പനി മാത്രമേ അപേക്ഷ കൊടുത്തുള്ളൂ എന്നാണ്. ഇങ്ങനെ മദ്യ നയം മാറ്റി പുതിയ ഡിസ്റ്റിലറികൾ ഇത് കൊടുക്കാൻ, മദ്യനിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ കൊടുക്കാൻ പോകുന്നു എന്ന് വേറെ ആരാണ് അറിഞ്ഞത്? കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറികൾ ഇത് അറിഞ്ഞോ? കേരളത്തിൽ കുറെ ഡിസ്റ്റിലറികൾ പണ്ട് മുതലേ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രമേ അറിഞ്ഞുള്ളൂ. ഇന്ത്യയിലെ വേറെ ഒരു കമ്പനി ഇങ്ങനെ ഗവൺമെന്റ് ഇത് കൊടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞില്ല. എന്നിട്ട് ഇവരുടെ മാത്രം അപേക്ഷയുള്ളതെന്ന് പറഞ്ഞു. ഇത് 2024 തുടങ്ങിയതാണ്. എന്ത് രഹസ്യമാണ് ഇതിനകത്തുള്ളത്? മദ്യനയം തീരുമാനിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണെന്നും കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്ന് കഴിഞ്ഞ മദ്യനയത്തിൽ തന്നെ വ്യക്തമാക്കിയതാണെന്നുമാണ് സർക്കാരിന്റെ മറുപടി. ബ്രുവറി തുടങ്ങാൻ ഒരു കമ്പനി മാത്രമേ അനുമതി തേടിയുള്ളൂ. അതിനാലാണ് അവർക്ക് നൽകിയത്. കേരളത്തിൽ ഒരു കാര്യവും നടത്താൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ വാശിയാണ് വിവാദത്തിന് പിന്നിലെന്നും സർക്കാർ കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. ഇതേ കമ്പനിയുടെ പ്ലാന്റ് പഞ്ചാബിൽ അവിടുത്തെ സർക്കാർ പൂട്ടിയതും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു സംസ്ഥാനത്ത് കേസുള്ളതിനാൽ ഇവിടെ അനുമതി നൽകാൻ പാടില്ലെന്ന് പറയുന്നതിൽ എന്തു ന്യായമെന്നാണ് സർക്കാരിന്റെ മറുചോദ്യം. എലപ്പുള്ളി പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ലൈസൻസ് നൽകാനുള്ള നീക്കവും പ്രതിപക്ഷം ദുരൂഹമായി കാണുന്നുണ്ട്. പ്രാരംഭാനുമതി മാത്രമാണ് ഇപ്പോൾ നൽകിയതെന്നും അതിന് പഞ്ചായത്തിന്റെ അനുവാദം വേണ്ടതുമാണ് സർക്കാരിന്റെ പ്രതിരോധം. കഞ്ചിക്കോട് പോലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് പ്ലാന്റ് വന്നാൽ കുടിവെള്ള ചൂഷണമുണ്ടാകുമെന്ന ആശങ്കയും പ്രതിപക്ഷം ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്നും മഴവെള്ള സംഭരണിയിലൂടെയും വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളം ഉപയോഗിച്ചുമാകും പ്ലാന്റിന്റെ പ്രവർത്തനമെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തും ബ്രുവറി അനുവദിക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയിരുന്നു. പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചതോടെ സർക്കാർ പിന്മാറി. ന്യൂസ് 18 തിരുവനന്തപുരം. വിശദമായ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് നിയമസഭയിലേക്ക് ഈ വിഷയം വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പല ഭാഗത്തു നിന്നാണ്. ഒരിടത്ത് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നു, മറുവശത്ത് VD സതീശൻ ഉന്നയിക്കുന്നു. അതിൽ അവർ തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിന് നിന്നുകൊടുക്കാൻ കഴിയില്ലെന്ന് MP രാജേഷ് പറയുന്നു. അങ്ങനെ സഭയ്ക്ക് പുറത്ത് നടന്നിരുന്ന ഈ അഭിപ്രായങ്ങളെല്ലാം ഒന്നിച്ച് സഭയിലേക്ക് വരികയാണ്. ഇതിൽ പല ഘടകങ്ങളുണ്ട്. LDFന്റെ പ്രഖ്യാപിത നിലപാടാണ് ഇത് അനുവദിക്കാമെന്നത് LDF വ്യക്തമാക്കി കഴിഞ്ഞു. ആ നിലയ്ക്ക് ഒരു തവണ അവർക്ക് പിന്നോട്ട് പോവേണ്ടി വന്നതാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത്. ഇതൊരു അഭിമാന പ്രശ്നം കൂടിയായി കരുതുന്നുണ്ടോ ഇപ്പോൾ LDF സർക്കാർ? ഇന്ന് നിയമസഭയിലേക്ക് ഈ വിഷയം വരുമ്പോൾ ഈ ആരോപണങ്ങളുടെ എല്ലാം കുന്തമുന MP രാജേഷിലേക്ക് തിരിക്കുകയാണോ പ്രതിപക്ഷം?
ശ്രീജ, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് ഇന്ന് നിയമസഭയിലെ പ്രധാനപ്പെട്ട അജണ്ട. സ്വാഭാവികമായും അവിടെ രാഷ്ട്രീയം പറയാൻ നിരവധി അവസരങ്ങൾ, ഒരുപാട് അവസരങ്ങൾ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഉണ്ടാകും. സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഒട്ടേറെ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആയുധ ശേഖരത്തിലുണ്ട്. സർക്കാരും ഈ വയനാട് DCC ട്രഷറുടെ ആത്മഹത്യ ഉൾപ്പെടെ വിഷയങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ചർച്ചയാക്കും. ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ഇന്ന് സഭയിൽ വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആരെങ്കിലും ഈ പ്രസംഗത്തിൽ മധ്യ ഇത് പറഞ്ഞാൽ മാത്രമേ അതെന്ന് ഒരു വിഷയമായി ഉയർന്നു വരികയുള്ളൂ. നാളെയോ മറ്റന്നാളോ പ്രതിപക്ഷം ഇത് ഔദ്യോഗികമായി തന്നെ അഴിമതി ആരോപണമായി ഉന്നയിക്കും. എഴുതിക്കൊടുത്ത് വേണം അഴിമതി ആരോപണങ്ങൾ സഭാ ചട്ടപ്രകാരം ഉന്നയിക്കേണ്ടത്. അങ്ങനെ ആ ചട്ടപ്രകാരം തന്നെ സഭയിൽ ബ്രൂവറി അനുവദിച്ചതിൽ അഴിമതിയുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കും. മിക്കവാറും നാളെ തന്നെയാകും അത് ഉണ്ടാവുക. മന്ത്രി MB രാജേഷിനെതിരെയാകും ആ ആരോപണം വരുന്നത്. ആദ്യം ഒരു അഴിമതി വിഷയമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ അല്ലാതെ സഭയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു പോകാൻ കഴിയില്ല. റൂൾ 50 അനുസരിച്ച് നോട്ടീസായോ അല്ലെങ്കിൽ മറ്റേത് വന്നാൽ അത് സ്പീക്കർ അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് ഈ വിഷയം ആ രീതിയിൽ ഉന്നയിക്കാതെ, റൂൾ 50 പോലും ഉന്നയിക്കാതെ അഴിമതി ആരോപണമായി ആദ്യം സഭയിൽ ഉന്നയിച്ച ശേഷം സർക്കാർ നടപടി എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പിന്നീട് റൂൾ 50 അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പ്രതിപക്ഷം ആലോചിക്കുന്നത്. സ്വാഭാവികമായും വിഷയം വരുമ്പോൾ മന്ത്രി MB രാജേഷ് ലക്ഷ്യമിട്ട് തന്നെയാകും പ്രതിപക്ഷ നീക്കം. അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ജില്ലയിലാണ് ഈ ബ്രൂവറി അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ശ്രീജ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരിക്കൽ സർക്കാർ പിന്മാറിയതാണ്. ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. സംസ്ഥാനത്ത് ബ്രൂവറി അനുവദിക്കാൻ തീരുമാനിച്ചു, അതിൽ വലിയ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന് ഉള്ള പ്രതിപക്ഷ ആരോപണം. അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ശക്തമായ സർക്കാരിനെതിരെ പ്രതിപക്ഷ രംഗത്ത് വന്നും ആദ്യമൊക്കെ സർക്കാർ പ്രതിരോധം തീർത്തു. പക്ഷേ പൊടുന്നനെ ഒരു വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനം, അന്ന് മുഖ്യമന്ത്രി കുറച്ചുകൂടി ഇടയ്ക്കിടയ്ക്ക് വാർത്താ സമ്മേളനം വിളിക്കുമായിരുന്നു, കൃത്യമായ ഇടവേളകൾ വാർത്താ സമ്മേളനം വിളിക്കുമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൻ്റെ മറ്റു തീരുമാനങ്ങൾ, മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിനിടെ പൊടുന്നനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ തൽക്കാലം പിന്മാറുന്നു എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി അന്ന് നടത്തി. അതോടുകൂടി ആ വിവാദങ്ങൾ കെട്ടടങ്ങി. ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ അവസാന വർഷങ്ങളിലേക്ക് പോകുമ്പോൾ വീണ്ടും ബ്രൂവറി അനുവദിച്ചതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ സംസ്ഥാനത്ത് നടക്കുകയാണ്. ആ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാത്തിനും വളരെ വല്ലാത്തൊരു തിടുക്കമുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒയാസിസ് എന്ന കമ്പനിയെ മാത്രം ഈ അവർ മാത്രം ഈ വിവരം അറിഞ്ഞു? എങ്ങനെയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആരോപണ വിധേയമായ ഒരു കമ്പനി ഇവിടെയും വരുന്നത്? പഞ്ചാബിൽ അവിടുത്തെ സർക്കാർ ജലചൂഷണമടക്കം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പൂട്ടിച്ച ഒരു കമ്പനി ഇവിടെ വരുന്നത്? മറ്റു ഇവിടുത്തെ ഡിസ്ട്രിക്റ്റുകളൊന്നും അറിഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് എലപ്പുള്ളി പഞ്ചായത്തിനെ അറിയിക്കാതെ ഇത്തരമൊരു നീക്കം സർക്കാർ നടത്തുന്നത്? എല്ലാത്തിലും സർവത്ര ദുരൂഹത എന്ന ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. എല്ലാം സുതാര്യമെന്ന മറുപടിയാണ് MB രാജേഷിൻ്റേത്. സ്വാഭാവികമായും സഭയിൽ ഈ വിഷയം ഉയർന്നു വരുമെന്ന് സർക്കാരും എക്സൈസ് മന്ത്രിയും പ്രതീക്ഷിക്കുന്നു. അവിടെ പറയേണ്ട മറുപടികൾ പറയാം. പ്രതിപക്ഷത്ത് ഒരു ഐക്യമില്ല. പ്രതിപക്ഷത്ത് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ്. അതുകൊണ്ടാണ് അടിക്കടി ഓരോ ദിവസവും പല വാർത്താ സമ്മേളനങ്ങളുമായി പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നത്. അതിനെല്ലാത്തിനും മറുപടി പറയാൻ കഴിയില്ല. സഭയിൽ വരുമ്പോൾ മറുപടി പറയാം എന്നാണ് MB രാജേഷിൻ്റെ മറുപടി. ഏതായാലും അദ്ദേഹം മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കാരണം പ്രതിപക്ഷം ഇതൊരു അഴിമതി ആരോപണമായി തന്നെ നിയമസഭയിൽ കൊണ്ടുവരും. മിക്കവാറും അത് നാളെയാകും ഈ വിഷയം സഭയിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത്, ആളിക്കത്താൻ പോകുന്നത്. ശരി അരുൺ,